السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിൽ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റു കാരണവന്മാരെ, എൻ്റെ എളിയ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരിൽ ഉത്തമരായിട്ടാണ്, സൃഷ്ടികളിൽ ഉത്തമരായിട്ടാണ് മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ലോകത്ത് ഈ കാണുന്ന ദൃശ്യവിസ്മയങ്ങളും അദൃശ്യവിസ്മയങ്ങളും ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവായ രാജാതിരാജനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കലാണ് ഒരു മനുഷ്യൻ്റെ കടമ, നമ്മുടെ കടമ. ഇവിടെ നന്ദി ചെയ്ത് ജീവിക്കാനാണ്. തന്നതിന് നന്ദി ചെയ്യാനും പിന്നീട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അതിന് പരിഹാരം കാണാൻ, അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചറബ് നമുക്ക് നൽകിയിട്ടുണ്ട്, എമ്പാടുമുണ്ട്. കണ്ണ് കാണാൻ, നമുക്ക് ഈ വിസ്മയങ്ങൾ കാണാൻ അല്ലാഹു കണ്ണ് നൽകി. നമുക്കെല്ലാം അവയവങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവ് അല്ലാഹു നമുക്ക് കുറച്ച് നൽകിയിട്ടില്ല. എല്ലാം നമുക്കുണ്ട്. പല ആളുകളും പല രീതിയിലാണ്. ചില ആളുകളെ അല്ലാഹു സമ്പന്നനാക്കി, ചില ആളുകൾ പാവപ്പെട്ടവനാണ്. എന്നാൽ അവന് നൽകിയ സമ്പത്ത്, അവന് നൽകിയ ആ ഒരു അനുഗ്രഹം, അതിൽ നിന്ന് ചിലവഴിക്കേണ്ടത്, നല്ലതിന് വേണ്ടി കൊടുക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ ജീവിതം വെറുതെ കഴിച്ച് ജീവിക്കാനുള്ളതല്ല. ദുനിയാവിലെ ആഡംബരങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ ആഭാസത്തോടു കൂടെ ജീവിക്കാനുള്ളതല്ല. കല്യാണ പന്തലുകളിൽ വരെ ഇന്നൊരുപാട് ആർഭാടത്തോടു കൂടെ ചെക്കൻ്റെ കൂടെ കടന്നു വന്ന, പുതിയാപ്പളയുടെ കൂടെ കടന്നു വന്ന, പുതുമാരൻ്റെ കൂടെ കടന്നു വന്ന, ചെറുക്കന്മാരുടെ കൂടെ, ചെറുപ്പക്കാരുടെ കൂടെ കൊഞ്ചിക്കൊഴിയാൻ തൻ്റെ ഭാര്യയായി താൻ തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന തൻ്റെ പ്രിയതമ, ഈ പ്രിയതമയോട് തൻ്റെ കൂടെ കടന്നു വന്ന ചെറുപ്പക്കാർ, തൻ്റെ കൂട്ടുകാർ ഒത്തു കളിക്കുകയാണ്. അവരോടൊപ്പം ഉല്ലസിക്കാൻ വേണ്ടി, അവരോടൊപ്പം നല്ല രീതിയിൽ പാട്ട് പാടാൻ വേണ്ടി ഇന്നവൻ കല്യാണം കഴിക്കുന്ന പുതുനാരി അവൻ്റെ കൂടെ ആർഭാടത്തോടു കൂടെ കഴിയുന്ന ഒരു വസ്തുത, കഴിയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നടന്നു വരികയാണ്. നിങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതം എന്നത് അത് വെറുതെ തീർക്കാനുള്ളതല്ല, അതൊരു കളിയും തമാശയായി കാണാനുള്ളതല്ല. വിവാഹം എന്നത് അതൊരു കളിയും തമാശയായി കാണാനുള്ളതല്ല. പിന്നെന്തിനാണ് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്? അതിൽ നന്മ കണ്ടെത്താനാണ്, അതിൽ സാഹോദര്യം പുലർത്താനാണ്, അതിൽ തിന്മയോടുകൂടെ ജീവിക്കാനുള്ളതല്ല. തൻ്റെ അയൽമതക്കാരനായ ആളുകളോടും പോലും നിങ്ങൾ കാരുണ്യത്തോടു കൂടെ പെരുമാറണേ എന്ന് ഷഫീൽ വറാ ത്വഹാ റസൂലുള്ളാഹി. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ്, നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കേണ്ടതുണ്ട്. റബ്ബിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യേണ്ടത് അതൊരു മനുഷ്യൻ്റെ കടമയാണ്. ഇവിടെ നമ്മൾ സഹോദര്യത്തോടുകൂടെ ജീവിക്കുക, ഇവിടെ സ്നേഹത്തോടുകൂടെ, ഐക്യത്തോടുകൂടെ, ഇവിടെ സഹിഷ്ണുതയോടുകൂടെ നല്ല രീതിയിൽ വർത്തിച്ചുകൊണ്ട് അവരോട് സ്നേഹം കൊടുത്തുകൊണ്ട് കാരുണ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ.
ഇർഹമൂ മൻ ഫിൽ അർദി വയർഹമുകും മൻ ഫിസ് സമാഅ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്യ്, എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്ന് ഷഫീഉൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവര് മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവര് എല്ലാവരോടും കാരുണ്യത്തോടുകൂടെ എല്ലാവർക്കും നന്മയോടുകൂടെ വർദ്ധിക്കാൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പഠിപ്പിച്ചു തന്നു. അവർ സഹജീവികളോട് നല്ല രീതിയിലാണ് വർത്തിച്ചത്. അതുകൊണ്ട് അവർ കാണിച്ചു തന്ന മുത്തഖീങ്ങളുടെ പാത അതിലൂടെ കടന്നു ചെല്ലാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ സമ്പൂർണ്ണമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇവിടെ സാഹോദര്യം വളർത്തേണ്ടതുണ്ട്. മഹാനായ മഹദിയായ അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, എൻ്റെ ഉമ്മ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്, എൻ്റെ മാതാവ് എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്. ആ മാതാവിനോട്, മാതാവ് അന്യമതക്കാരിയാണ്, അവരോട് നല്ല രീതിയിൽ പെരുമാറണോ നബിയെ എന്ന് മഹദി കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്മാ, നിന്റെ മാതാവ് അന്യമതക്കാരിയാകട്ടെ, അവരോട് സ്നേഹത്തോടുകൂടെ പെരുമാറണേ എന്ന് ഷഫീഉൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. എവിടെയാണ് ഇന്ന് സ്നേഹം വളർന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് സ്മാർട്ട് ഫോൺ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് നൈമിഷികമായ കാര്യങ്ങളിലേക്ക്, ഇന്ന് ദുനിയാവിൻ്റെ കാര്യങ്ങളിലേക്ക്, ഇന്ന് ആഡംബരത്തിന് ആഭാസത്തിന് വേണ്ടിയിട്ട് എന്നോട് നീങ്ങുകയാണ്. ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ സ്മാർട്ട് ഫോൺ യുഗം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നതോടുകൂടെ ഒരു 21-ാം നൂറ്റാണ്ട് ഒരു പുതിയ ഒരു തലമുറ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നതോടുകൂടെ ശാസ്ത്രജ്ഞന്മാർ പുതിയ കാര്യങ്ങൾ ഇന്ന് സംഘടിപ്പിച്ചത് ഓരോന്നും കണ്ടുപിടിച്ചതോടുകൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് സമാധാനമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് സമാധാനമില്ലാതെ നമ്മൾ ജീവിക്കുകയാണ്. സാഹോദര്യമില്ലാതെ നമ്മൾ ജീവിക്കുകയാണ്. മക്കളോട് മിണ്ടാൻ കഴിയുന്നില്ല, ഭാര്യയോട് മിണ്ടാൻ കഴിയുന്നില്ല, ഭർത്താവിനോട് മിണ്ടാൻ കഴിയുന്നില്ല. ഭർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് സ്നേഹത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ട് എത്രയോ കാലമായി ഭർത്താവിനോട് നല്ല രീതിയിലൊന്ന് വർത്തമാനം പറഞ്ഞിട്ട് എത്രയോ കാലമായി. ഇതൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. മക്കളും ഇന്ന് വഴിതെറ്റു പോവുകയാണ്. ഒരു വാപ്പ ചെയ്യുന്നതാണ് മക്കളും ഇന്ന് കണ്ടുപിടിക്കുക, ഒരു ഉമ്മ ചെയ്യുന്നതാണ് മക്കളും ഇത് തന്നെയാണ് കണ്ടുപിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇന്ന് മക്കൾ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരു മാതാവിനോട് എതിർത്ത് സംസാരിക്കുന്ന മക്കളാണ്. വീട്ടിൽ നിന്ന് മാതാവിനെ ഇറക്കി വിടുന്ന മക്കളാണ്. ഇന്നലെ കയറി വന്ന പെണ്ണ്, ആ പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് ആ പെണ്ണിൻ്റെ കൂടെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ തൻ്റെ വീട്ടിലൊരു തടസ്സമാകരുത് എന്ന് കരുതിയിട്ട് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എവിടെയാണ് മക്കൾ ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോൺ നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് എന്തി കൊടുക്കുകയാണ്. നമ്മുടെ മക്കളിലെ കൈകളിലേക്ക് നമ്മൾ എടുത്തു കൊടുക്കുകയാണ്. ഒരു ടാബെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ ഗെയിമിലെല്ലാം അടിച്ചായി ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് മക്കള്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുന്ന നേരത്ത് അല്ലാഹ് ചോദിക്കുമത്രേ, നിനക്ക് ദുനിയാവിൽ നിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുമത്രേ, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് നൽകിയതാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനാണല്ലോ ഇന്ന് ഞാൻ ദുനിയാവിലേക്ക് അയച്ചത്. പക്ഷേ ഒരു നേരമെങ്കിലും ഒന്ന് ശുക്ർ ചെയ്യാൻ, ഒരു നേരമെങ്കിലും ഒന്ന് നന്മ ചെയ്യാൻ നിനക്ക് ആകാതെ വരികയാണ്. എന്താണ് കാര്യമെന്ന് അല്ലാഹു ചോദിക്കുന്ന ടൈമില് റബ്ബിനോട് നാമൊക്കെ പറയേണ്ടി വരികയാണ്. നാളെ മക്കൾ പറയുമത്ര, റബ്ബേ, നീ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതും തിരിയാണ്. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതാണ്, ഒരുപാട് കാരുണ്യങ്ങൾ നൽകി
നൽകിയതാണ്. പക്ഷേ ആ കാരുണ്യങ്ങൾ തന്നു. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യാത്തത്, നിസ്കരിക്കാൻ ടൈമായപ്പോൾ എൻ്റെ മാതാവിനോട് നിസ്കരിക്കാൻ കൽപ്പിച്ചില്ല, എൻ്റെ പിതാവിനോട് നിസ്കരിക്കാൻ കൽപ്പിച്ചില്ല. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതാണ്. പക്ഷേ റമദാൻ വന്നു, റമദാനിൽ നോമ്പ് നോക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല, റമദാനിൽ നോമ്പ് നോക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല, നോമ്പ് നോക്കാൻ വ്രതമനുഷ്ഠിക്കാൻ എന്നോട് കൽപ്പിച്ചില്ല, തറാവീഹ് നിസ്കരിക്കാൻ എന്നോട് കൽപ്പിച്ചില്ല, സുന്നത്ത് നോമ്പെടുക്കാൻ എന്നോട് കൽപ്പിച്ചില്ല. ഇതെല്ലാം എന്നോട് കൽപ്പിക്കാത്ത എൻ്റെ മാതാപിതാക്കളാണ് കുറ്റക്കാരെന്ന് നാളെ റബ്ബിനോട് പരാതി പറയുന്ന മക്കള്. റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ടൈമില് മാതാപിതാക്കള് കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുപോകലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, പടച്ച റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ നന്നാക്കേണ്ടത് എങ്ങനെയാണ്, മക്കളെ നമ്മൾ എങ്ങനെയാണ് നന്നാക്കേണ്ടത്? റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, നിന്റെ മകന് 7 വയസ്സ് വരെ നിനക്കുള്ള സുഗന്ധമാണ്, നിനക്കുള്ള സുഗന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുകയാണ്, അത് കഴിഞ്ഞിട്ടുള്ള 14 വയസ്സ് വരെയുള്ള 7 വർഷക്കാലമോ റസൂലുള്ളാഹി പറയുകയാണ്, അത് അടുത്ത 7 വർഷമല്ലേ, 7 വയസ്സ് കഴിഞ്ഞിട്ട് 14 വയസ്സ് വരെ നിനക്ക് നിന്റെ മകന് സേവകനാണ്, നിന്റെ മകൻ നിനക്കുള്ള, നിന്റെ മകൾ നിനക്കുള്ള സേവകനാണ്. റസൂലുള്ളാഹി പിന്നീട് പറയുകയാണ് 14 കടക്കുകയോ നീ അവനോട് നല്ല നിലക്ക് പെരുമാറുകയും ചെയ്താൽ അവൻ നിന്റെ കൂട്ടുകാരനാണ്. പക്ഷേ അവനോട് നീ മോശമായി പെരുമാറില്ല. എങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ളവരെ? അവർ നന്മയുടെ വാതായനങ്ങളിലൂടെയാണ് കൊണ്ടുപോകേണ്ടത്, അവരെ തെറ്റിലൂടെയല്ല കൊണ്ടുപോകേണ്ടത്, അവിടെ പീഡിപ്പിച്ചിട്ടല്ല അവരെ നന്മയിലൂടെ കൊണ്ടുപോകേണ്ടത്. ഒരു വാപ്പയാണത് കാണിച്ചു കൊടുക്കേണ്ടത്, അതൊരു ഉമ്മയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. സുബഹിക്ക് എഴുന്നേൽക്കുന്ന വാപ്പ, സുബഹിക്ക് എഴുന്നേൽക്കുന്ന ഉമ്മ, ഈ മാതാപിതാക്കൾ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റാലേ ഇത് കണ്ടാൽ മക്കളെ വിളിച്ചുണർത്തിയിട്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളോട് കൽപ്പിക്കുകയാണ്. പാപ്പ നിസ്കരിക്കുമ്പോ, ഉമ്മ നിസ്കരിക്കുമ്പോ, മാതാപിതാക്കളെ നിസ്കരിക്കുമ്പോ ഇത് കണ്ടിട്ടാണ് മക്കളെ പഠിക്കുക. മാതാപിതാക്കൾ ആദ്യം നന്നാകേണ്ടതുണ്ട്. മാതാപിതാക്കൾ നന്നാകാതെ മക്കളോട് നമ്മൾ നിസ്കരിക്കാൻ പറയുകയാണ്. ഉമ്മ നിസ്കരിക്കാറില്ല, വാപ്പ നിസ്കരിക്കാറില്ല, പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ എങ്ങനെയാണ് നിസ്കരിക്കുക? വാപ്പ പുകവലിച്ചാൽ മക്കളും പുകവലിക്കോ? വാപ്പ കള്ളു കുടിച്ചാൽ മക്കളും കള്ളു കുടിക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്, സ്വാലിഹായ മക്കളാക്കണേ റഹ്മാന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്തു തന്ന, മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മക്കളും കണ്ടു വളരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവനോട് നീ മോശമായി പെരുമാറിയാൽ, അവനോട് തെറ്റുകൂടെ അവൻ ചെയ്യുന്നതിന് അവന് വെറുതെ ചട്ടകം വെച്ച് പൊള്ളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. മക്കളെ വളരെയധികം ക്രൂരമായി പെരുമാറും. ഇതുകൊണ്ടൊന്നും മക്കൾ നേരാവില്ല. വാപ്പ നന്മ ചെയ്താലേ മക്കൾ നന്മ ചെയ്യൂ. വാപ്പാക്ക് തൻ്റെ ഉമ്മയോട്, തൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിലേ അവരും കല്യാണം കഴിച്ച് തൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. പക്ഷെ ഇന്നതല്ലല്ലോ, കുടുംബ ജീവിതത്തിൽ വരെ കലഹങ്ങളാണ്, പ്രശ്നങ്ങളാണ്. എവിടെയാണെന്ന് നേരാവണ്ണം ഒന്ന് വൈകുന്നേരം, അതല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ഞായറാഴ്ച ടൈം കിട്ടുമ്പോൾ കുട്ടികളോടൊത്തൊന്ന് പുറത്തു പോയെന്ന് ഭക്ഷണം കഴിക്കുക, പുറത്തു പോയെന്ന് ഉല്ലസിക്കുക, പുറത്തു പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങുക. ഇതൊക്കെ മക്കൾക്ക് സന്തോഷമാകുന്ന കാര്യമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. സ്വർഗം വേണ്ടേ? കുറക്ക് ആമീൻ പറഞ്ഞ് അല്ലാഹു കബൂലാക്കട്ടെ. ചിലപ്പോൾ ഈ മജ്‌ലിസിൽ നിന്ന് ആമീൻ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ നാളെ സ്വർഗത്തിൽ കടക്കാം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ, ഒരു പൂച്ചയോട് കാരുണ്യം കാണിച്ചതിൻ്റെ പേരിൽ,
ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയില്ലേ? വിചാരിയായ ഒരു സ്ത്രീ അവിടുന്ന് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു നിമിഷം മതി, അത് അല്ലാഹു അത് സ്വീകരിക്കാൻ. അല്ലാഹു നമ്മുടെ സ്വർഗത്തിലാക്കട്ടെ, അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ, അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കള് അവരോട് നന്മയോടുകൂടെ നമ്മൾ വർത്തിക്കണം, അവരോട് കാരുണ്യത്തോടുകൂടെ പെരുമാറണം. അവരെ നമ്മൾ ദേഷ്യപ്പെട്ട്, വല്ലാതെ ദേഷ്യപ്പെടണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഇന്നത്തെ മാതാപിതാക്കളൊക്കെ ചെയ്യുന്നത്, പല ആളുകളും തോന്നിയതുപോലെ മക്കളെ കാളയെ കയറൂരി വിട്ടതുപോലെ വിടുകയാണ്. എവിടെയെങ്കിലും പോകട്ടെ, എന്തെങ്കിലും ആകട്ടെ, പാതിരാ സമയത്ത് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് മകൻ എവിടെയാണ്, മകൾ എവിടെയാണ് പോയതെന്ന് അന്വേഷിക്കാത്ത മാതാപിതാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇതൊന്നുമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ മക്കൾ നേരാവണ്ണമാകണം, സന്തോഷ രൂപത്തിലാകണം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ, അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. അതിന് ഭാര്യയും ഭർത്താവും തമ്മിലൊരു സ്നേഹം വേണം, ഉമ്മയും വാപ്പയും തമ്മിലൊരു സ്നേഹം വേണം. അതൊന്നില്ല, ഇല്ലാതെ ഇന്ന് കുടുംബം മുന്നോട്ട് നീങ്ങുകയാണ്. സ്നേഹമില്ലാതെ പല കാരണങ്ങളുമായി തെറ്റി നിൽക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ വിവാഹം കഴിച്ചത് മുതൽ നമുക്ക് കൂട്ടായി നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യയുണ്ട്. ആ ഭാര്യയെയും നാളെ നമുക്ക് സ്വർഗത്തിൽ കിട്ടണം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഭാര്യയെ പടച്ചോനെ സ്വർഗത്തിലും എൻ്റെ ഭാര്യയെ തന്നെ ഭാര്യയാക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്ന് കൈബന്ധിച്ച് നിങ്ങൾ കാത്തില്ല. സ്വർഗത്തിൽ ഭർത്താക്കന്മാരെ കിട്ടണമെന്നുള്ളവർക്കൊന്ന് കൈബന്ധിച്ച് പെട്ടെന്ന്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പണ്ടൊരാൾ പറഞ്ഞതുപോലെ ചില ആളുകളൊന്നും കൈബന്ധിക്കുന്നില്ല, പൊടി പൊങ്ങുന്നത് പോലെ മെല്ലെ 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 പൊന്തിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, പണ്ടൊരാൾ പ്രഭാഷണം നടത്തുമ്പോൾ, പണ്ടൊരു ഉസ്താദ് വാദം നടത്തുമ്പോൾ നല്ല പിരിവാണ്. ഉസ്താദെ, ഞങ്ങൾ 10 ചാക്ക് സിമൻറ്റ് തരാം. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരി സ്വർഗത്ത് പോകാനാണ്. അപ്പോൾ പിറ്റേന്ന് അത് വായിച്ചതിന് വേണ്ടി ദ്വായിരുന്ന് പെട്ടെന്ന് തന്നെ ഒരു സഹോദരൻ 5 ചാക്ക് സിമൻറ്റ്, ഉസ്താദെ നിങ്ങൾ ദ്വായിരക്കണം, നരകത്ത് പോകാനാണ്. സാധാരണ എല്ലാവരും സ്വർഗത്ത് പോകാൻ വേണ്ടിയേ പറയാം. പക്ഷേ ഈ സഹോദരൻ എന്ത് നരകത്ത് പോകാൻ പറഞ്ഞത്? അതന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയാം, ഓള് പോകുന്ന സ്വർഗത്തിൽ എനിക്ക് പോണ്ട, ഓള് പോകുന്ന സ്വർഗത്തിൽ എനിക്ക് പോണ്ടാന്ന്. അതാകരുത് നമ്മുടെ ജീവിതം. അല്ലാഹു നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലാഹു സ്വർഗത്തിൽ അവരെ തന്നെ തരട്ടെ. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. മിണക്കങ്ങളും ഉണ്ടാകും, അതൊക്കെ നമ്മൾ സഹിക്കണം. പിണക്കങ്ങൾ വല്ലാതെ പിണങ്ങി, വല്ലാതെ വേണ്ടാത്ത ചെറിയ ഒരു കാര്യത്തിന് വരെ പിണങ്ങി നിൽക്കുന്ന, ഡൈവോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു കുടുംബ പശ്ചാത്തലം, ഈ കുടുംബങ്ങളിൽ ഒരു ബന്ധം, നല്ല ഒരു സ്നേഹം പുലർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് മുഅ്മിനീങ്ങളെ? ഇത് കണ്ടിട്ടാണ് മക്കളും വളരുക. അതാണ് മഹദിയായ ഫാത്തിമ ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞല്ലോ. മഹദിയായ ഫാത്തിമ ബീവിയുടെ കല്യാണ ആവശ്യാർത്ഥം ഒരുപാട് രാജാക്കന്മാർ കടന്നു വന്നു, ഒരുപാട് ആളുകൾ കടന്നു വന്നു. എന്നിട്ട് മഹദിയായ ഫാത്തിമ ബീവിയോട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് രാജാക്കന്മാർ, അല്ല നബിയെ, ഞങ്ങൾക്ക് ഫാത്തിമയെ കല്യാണം കഴിപ്പിച്ചു തരുമോ? ഞങ്ങൾ ഒരുപാട് ഒട്ടകങ്ങളെ നൽകാം, ഞങ്ങൾ കുതിരകളെ നൽകാം. പൊന്നാര റസൂലേ, ഫാത്തിമാനെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമോ? രാജാക്കന്മാർ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഫാത്തിമ ബീവിയെ ചോദിച്ചു, ഒരുപാട് പ്രമാണികാർ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്. പക്ഷേ ഫാത്തിമ ബീവിയെ രാജാക്കന്മാർക്ക് അല്ലാഹു വിട്ടുകൊടുത്തില്ല, അല്ലാഹുവിന്റെ റസൂൽ വിട്ടുകൊടുത്തില്ല. ഒരു പ്രമാണിമാർക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവിയെ വിട്ടുകൊടുത്തില്ല. പിന്നെ ആർക്കാണ് വിട്ടുകൊടുത്തത്? പുൽമേടുകളിൽ നിന്ന് പുല്ലെടുത്തുകൊണ്ട് പുല്ല് പറിച്ചുകൊണ്ട് തന്റെ കുതിരക്കൂട്ടങ്ങൾക്ക്, ഒട്ടകക്കൂട്ടങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് 1 ദിർഹമോ 2 ദിർഹമോ വാങ്ങിയിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന മഹാനായ ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ മഹാനായ അലിയാർ തങ്ങൾക്കാണ് ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. മണിയേയുടെ മനോഹരമായ രാത്രിയിൽ
വെണ്ണക്കൽ ചാലിച്ച ആ രാത്രിയിൽ അതാ അവിടുന്ന് ഫാത്തിമ ബീവി കരയുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ മണിയറയുടെ മനോഹരമായ ആ രാവിലതാ ഫാത്തിമ ബീവി വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അലിയാർ തങ്ങളെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഫാത്തിമ പോളെ ഫാത്തിമ, അല്ല ഫാത്തിമ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? പൊന്നാര റസൂലിനെ കാണാഞ്ഞിട്ടാണോ ഫാത്തിമ? ഫാത്തിമ ബീവിയോട് ചോദിക്കുന്ന സമയമതാ ഫാത്തിമ ബീവി പറയാ, അലിയാരേ, അതൊന്നുമല്ല, എന്റെ വാപ്പാനെ കാണാഞ്ഞിട്ടല്ല ഞാൻ കരയുന്നത്, പൊന്നാര റസൂലിനെ കാണാഞ്ഞിട്ടല്ല ഞാൻ കരയുന്നത്. അലിയാർ തങ്ങളെ ചോദിച്ചു, മോളെ ഫാത്തിമ, ഫാത്തിമ, എന്തിനാണ് കരയുന്നത്? എന്തിനാണ് വേവലാതിപ്പെടുന്നത്? വിശക്കുന്നുണ്ടോ ഫാത്തിമ? എന്ത് പ്രശ്നമാണ് നിനക്ക്? എന്താണ് നിന്റെ വേവലാതി? എന്താണ് നിന്റെ വേവലാതികൾക്ക് പരിഹാരം കാണണമെന്ന് അലിയാർ തങ്ങൾ മഹതിയായ ഫാത്തിമ ബീവിയോട് പറയുകയാണ്. ഫാത്തിമത്ത് സഹ്റ, ആരാണ് പെങ്ങളെ ഫാത്തിമ ബീവി? എന്നെ പോലെ ഒരുപാട് എൻ്റെ പെങ്ങന്മാരെ പോലെ ഒരുപാട് നിജമായ വസ്ത്രങ്ങളോടുകൂടെ ഒരുപാട് തെറ്റിലൂടെ സഞ്ചരിച്ചവളല്ല. ആരാണ് ഫാത്തിമ? അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്വഹാബിയും ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാതിൽ മുട്ടുന്നതിന് മുമ്പ് ഫാത്തിമാനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമ ബീവി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി പറയുന്നു, റസൂലേ, ഇപ്പൊ ഞാൻ വാതിൽ തുറക്കാം. അല്ലാഹുവിന്റെ ഹബീബേ, ഞാനൊന്ന് ഔറത്ത് മറക്കട്ടെ, ഞാനൊന്ന് മുഖം മറക്കട്ടെ. മുഖം മറക്കാൻ തുണിയില്ലാതെ വന്നപ്പോ ഒരു ഷാള് കൊടുക്കുകയാണ്. ഷാളും അവിടുന്ന് പുതക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ തന്റെ കൂടെ ഒരു സ്വഹാബിയുണ്ട്, തന്റെ കൂടെ ഒരാളുണ്ട്. ആ ഫാത്തിമത്ത് സുഹ്റ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിമ ലഹ്തേ ജിദ്റേ മുസ്തഫ, ഫാത്തിമ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമയെ ആര് നോവിച്ചുവോ അവരെന്നെ നോവിച്ചതുപോലെയാണ് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പറയുകയാണ്, ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഏറെയുടെ മനോഹരമായ രാത്രിയിൽ ഇങ്ങനെ കരയുമ്പോ അലിയാർ തങ്ങൾ ചോദിച്ചതിന്റെ മറുപടിയായി ഫാത്തിമ ബീബി ഇവിടുന്ന് പറയുകയാണ്, അലിയാരേ, ഞാൻ കരയുന്നത് എന്തിനാ? പുതിയൊരു ജീവിതമാണ്, ഇനിയൊരു വീട് വരാറുണ്ട്. ഇതല്ലല്ലോ മണിയറ. ലോകത്ത് നിന്ന് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നാളെ ആരുടെ മണ്ണിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. നാളെ ആരുടെ മണ്ണിലേക്ക്? നാളെ കബറിലെ അവസ്ഥ ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അലിയാരേ, മഹതിയായ ഫാത്തിമ ബീവി പറയുകയാണ്, ആ ഫാത്തിമ ബീവിയാണ് ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. മയ്യത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് കബറടക്കി തിരിച്ചു വീട്ടിലേക്ക് അലിയാർ തങ്ങൾ കടന്നു വരികയാണ്. അലിയാർ തങ്ങൾ വീട്ടിലേക്ക് വന്നു. സമയങ്ങൾ കഴിഞ്ഞില്ല, നേരങ്ങൾ കഴിഞ്ഞില്ല. അലിയാർ തങ്ങൾക്ക് വല്ലാതെ വേവലാതിയാണ്, പൊട്ടിക്കറിയുകയാണ് അലിയാർ തങ്ങള്. ഫാത്തിമ തനിക്കാത്താണ് ആയിരുന്നു ഫാത്തിമ, തന്റെ പൊന്നാര ഭാര്യ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നാര മകള് എവിടെ പോയി? ഫാത്തിമ ബീബി ഇല്ലാതെ ഒരു നേരം എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അലിയാർ നിങ്ങൾ പോവുകയാണ്. വെമ്പലോടുകൂടെ വേവലാതിയോടുകൂടെ തന്റെ മയ്യത്ത് കരയിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അലിയാർ നിങ്ങൾ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്, ഫാത്തിമ, ഫാത്തിമ,
പിന്നെയും വലിയാർ തങ്ങൾ സലാം പറയുകയാണ് ഫാത്തിമ അസ്സലാമു അലൈക യാ ഫാത്തിമ. പിന്നെയും സലാം പറയുന്നു ഫാത്തിമ ബീവി. സലാം അടക്കുന്നില്ല. പിന്നെയും അവിടുന്ന് സലാം പറയുകയാണ് ഫാത്തിമ അസ്സലാമു അലൈക യാ ഫാത്തിമ. ഫാത്തിമ ഒന്ന് സലാം അടക്ക് ഫാത്തിമ. കരയുകയാണ് അലിയാർ തങ്ങൾ. എന്താണ് പൊന്നാര ഫാത്തിമ ബീവി, എന്താണ് സലാം അടക്കാത്തത്, എന്താണ് സലാം അടക്കാത്തത്? കരയുന്ന അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്താണ് നീ മിണ്ടാത്തത്? ഖബറിനോട് തന്നെ തട്ടിയിട്ട് ഖബറിനോട് പറയുകയാണ്, ഖബറേ ഒന്ന് ഫാത്തിമാനോട് സലാം അടക്കാൻ പറയൂ ഖബറേ എന്ന് പൊട്ടിക്കരഞ്ഞു മഹാനായ അലിയാർ തങ്ങള്. അവരുടെ ജീവിതത്തിലൊക്കെ വല്ലാത്ത ഒരു സ്നേഹം, വല്ലാത്ത ഒരു ഐക്യം, തൻ്റെ ഭാര്യയോട് കൊടുക്കേണ്ട കാര്യങ്ങൾ, തൻ്റെ ഭാര്യയുടെ മേലുള്ള കാര്യങ്ങൾ, തൻ്റെ ഭർത്താവിൻ്റെ മേലുള്ള കടമകൾ അത് നേരാവണ്ണം ജീവിതത്തിൽ പുലർത്തി മഹദിയായ ഫാത്തിമത്ത് സഹ്റ മഹാനായ അലിയാർ തങ്ങൾ ഇവരൊക്കെ തൻ്റെ ജീവിതത്തിൽ ഇമ്പമാർന്ന സ്നേഹത്തോടുകൂടെ തൻ്റെ ജീവിതത്തോട് മുന്നോട്ട് നീങ്ങിയവരാണ്. അവർക്ക് പ്രശ്നങ്ങളില്ല, അവർക്ക് വേവലാതികളുണ്ട്. പക്ഷേ ആ വേവലാതി പുറത്തുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ കുടുംബകാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ മറ്റുള്ള സ്നേഹിതന്മാരോട് ചർച്ച ചെയ്തുകൊണ്ട് ഭാര്യ എങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണ്, അയൽക്കൂട്ടങ്ങളൊക്കെ ഇന്ന് കുടുംബശ്രീകളൊക്കെ ഇന്ന് ഭർത്താക്കന്മാരെ പറ്റി കുറ്റം പറയുവാനും മറ്റുകളെ പറ്റിയിട്ട് പരദൂഷണവും ഏഷണിയും പറയാൻ വേണ്ടി മാറ്റിവെക്കുക. ഇതല്ലല്ലോ മുന്നേ നമുക്ക് വേണ്ടത്. നന്മയോടുകൂടെ നമുക്ക് മുന്നേറണം, നന്മയോടുകൂടെ മുന്നോട്ട് നീങ്ങണം. അല്ലാഹുവിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹുവിന് തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നേരാവണ്ണം ജീവിക്കലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നന്മയോടുകൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് മക്കളെ നമ്മൾ നേരാവണ്ണം വളർത്തുക, അവർക്കൊക്കെ ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതം അത് അന്തസ്സാകണം, നമ്മുടെ ജീവിതം അത് സ്നേഹത്തിലാകണം. എന്നിട്ട് മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ നന്മ ചെയ്യുക, എന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഇന്നൊക്കെ 2-3 വയസ്സുള്ള മക്കളെ ഇന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇന്ന് 2 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ മുലപ്പാല് കൊടുക്കണേ എന്ന് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? 2 വയസ്സ് വരെ, 1 വയസ്സ് വരെ ഒന്ന് കൊടുക്കാൻ ഇന്നൊരു ഉമ്മക്ക് കഴിയുന്നില്ല. നിങ്ങളെ പറ്റിയല്ല, എൻ്റെ പ്രിയപ്പെട്ട വെണ്ണല ഈ ദേശത്ത് ഒരുമിച്ച് കൂടിയ എൻ്റെ സഹോദരിമാരെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ നമ്മുടെ മക്കൾക്ക് 2 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ പാല് കൊടുക്കണേ, അമ്മിഞ്ഞ പാല് കൊടുക്കണേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. എന്നാലേ സ്നേഹം ഉണ്ടാകും. ഇത് നമ്മൾ ഒരുപാട് ലാക്ടോജനൊക്കെ കൊത്തിയിറക്കി ഒരുപാട് ബേബി വിറ്റയും മറ്റുള്ള സാമഗ്രികളൊക്കെ ഇങ്ങനെ കുത്തിയിറക്കിയിട്ടൊന്നും കാര്യമില്ല. അമ്മിഞ്ഞപ്പാല് നേരാവണ്ണം കൊടുത്താൽ മക്കൾക്ക് സ്നേഹം ഉണ്ടാകും. നമ്മൾ അങ്ങോട്ട് സ്നേഹം നൽകിയാൽ അങ്ങോട്ട് സ്നേഹം ഉണ്ടാകും. അല്ലാഹുവിൻ്റെ തൗഫീഖ് നൽകട്ടെ. പക്ഷെ വെണ്ണല നിവാസികൾ അങ്ങനെയൊന്നുമല്ല, നല്ല ഉഷാറാണ്, നല്ല ആളുകളാണ്. അല്ലാഹു റാഹത്തിലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ മുനിങ്ങളെ. അതുകൊണ്ട് മക്കളെ നമ്മൾ നേരാവണ്ണം വളർത്തുക. അവരൊക്കെ നമ്മൾ കുഞ്ഞു മക്കളാകുമ്പോഴേ ടി വിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകല്ലേ, അവരിതിനെ അടിച്ചാക്കില്ല. അവരെ നമ്മൾ സീരിയൽ കാണിക്കുക, സീരിയൽ കാണാതെ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, അവരെ മാത്രം ഞാൻ കുറ്റം പറയല്ല. അതുപോലെ തന്നെ സഹോദരന്മാർ ഇവർ ഒരുമിച്ച് നിന്നാണ് ഫാമിലിയായിട്ട്. ആ എൻ്റർടൈൻമെൻറ്റ് തൻ്റെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഒരു എപ്പിസോഡ് വിടൂല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കുഞ്ഞുമക്കളായ 2-3 വയസ്സുള്ള ആള് നമ്മുടെ മക്കളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് സീരിയലും സിനിമയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അവരിത് കണ്ടല്ലേ വളരുക.
നമ്മൾ നന്മ പറഞ്ഞു കൊടുത്താലേ മക്കൾ നാളെ നേരാവണ്ണമാവുകയുള്ളൂ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എൻ്റെ മകനിലുള്ള ബാധ്യത എന്താണ്? എൻ്റെ മകനിലുള്ള ബാധ്യത എന്താണ്? എൻ്റെ മകനോടും എൻ്റെ മകളോടുമുള്ള എൻ്റെ മക്കളിലുള്ള ബാധ്യത എന്താണ്? റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. തുഹ്സിനൂ ഇസ്മഹു, നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണേ, മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണേ. അതൊന്നുമില്ല, അതൊന്നും അവസാനിച്ചു. മക്കൾ ജനിച്ച തോന്നിയത് നമ്മളുടെ പണ്ടൊക്കെ ഒരുപാട് ഉസ്താദുമാരോട് നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ട് ഉസ്താദുമാരോട് ചോദിക്കാറുണ്ട്, ഇന്ന പേരിടാൻ പറ്റുമോ, എന്നതിടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്നതില്ല. ഇന്ന് നമ്മൾ സിനിമാ നടിമാരായ ആളുകളുടെ പേര് ചേർത്തുകൊണ്ട് പേരവിടുന്ന് ഇട്ടുകൊടുക്കുകയാണ്. ഇതിൻ്റെ അർത്ഥമോ ഇതെന്താണെന്ന് പോലും അറിയാതെ മക്കൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടത്. നമ്മളതൊക്കെ ഒഴിവാക്കണം. റസൂലുള്ളാഹി പറയാൻ, നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണം. പേരിലുണ്ട് ഒരു ബർക്കത്ത്, ഒരു ബർക്കത്ത്. പക്ഷെ ഇന്നൊക്കെ ഫാഷനായി പപ്പാൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതുപോലെ പപ്പാൻ്റെ പേരിൻ്റെ അവസാനത്തെ ലെറ്റർ, അതല്ലെങ്കിൽ ഉമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ, ഇത് വെച്ച് സംയോജിപ്പിച്ച് ഇതൊന്ന് യോജിപ്പിച്ച് അവിടുന്ന് പേരിട്ട് കൊടുക്കുകയാണ്. പേരിടാൻ വേണ്ടി ഉസ്താദുമാരുടെ അടുക്കലേക്കൊക്കെ വരിക. പല ആളുകളും ഉസ്താദുമാർക്ക് വരെ ആ പേര് കിട്ടൂല. കാരണം അങ്ങനത്തെ പേരുകളാണെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പല ആളുകളും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സൈനുൽ ഉലമ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. നിങ്ങൾ പേരിടുന്നു ഉസ്താദേ, അതുകൊണ്ട് എൻ്റെ പേര് ഹനീഫയാണ്, എൻ്റെ ഭാര്യയുടെ പേര് അസീന എന്ന് മറ്റെന്തോ പേരാണ്, ഏതായാലും ആ അക്ഷരം വെച്ചിട്ടാണ്. അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനോട് പറയുകയാണ്, അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്, ഞങ്ങളുടെ ഫസ്റ്റ് അക്ഷരവും എൻ്റെ ഭാര്യയുടെ അക്ഷരവും ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് എൻ്റെ മകനൊരു പേരിടണം എന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ അടുക്കൽ വന്നപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങളിന്ന് ഹീറോ കൊണ്ടാന്നിട്ടാണ്, അതല്ലാതെ പിന്നെന്താ പറയാ. ഇവിടെ ഇന്ന് ഫാഷനാണ് നമ്മുടെ മക്കൾക്ക് പേരിട്ട് കൊടുക്കുന്നത്. പുതിയ യുഗത്തിൽ നമ്മൾ നമുക്ക് ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ഓരോ പേരിടുക. അതല്ല നമ്മൾ വേണ്ടത്. നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ അവരോടൊക്കെ ചോദിച്ച്, നമ്മുടെ ഉസ്താദുമാരോടൊക്കെ ചോദിച്ച്, നല്ല പേരാണോ, അർത്ഥവത്തായ പേരാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പേരിടാവൂ എന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. പിന്നീട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മര്യാദ ശീലിപ്പിക്കണേ, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണേ. 7 വയസ്സായാൽ നിങ്ങൾ അവൻ നിസ്കരിക്കാൻ അവനോട് നിങ്ങൾ കൽപ്പിക്കണേ. എന്നാലോ 10 വയസ്സായാൽ നിങ്ങൾ അവനെ അടിക്കണേ എന്ന്, നിസ്കരിക്കാത്തതിൻ്റെ പേര് അടിക്കണേ എന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി ഹബീബ് പഠിപ്പിക്കുകയാണ്. മര്യാദ പഠിപ്പിക്കുകയാണ്. ഒരു മര്യാദ പഠിക്കേണ്ടത് ആരാണ്? റസൂലുള്ളാഹി പറയുകയാണ്, ഒരു മര്യാദ ഒരു മകനോ മകളോ അവിടുന്ന് മര്യാദ പഠിക്കേണ്ടത് മാതാപിതാക്കളാണ്, പിതാവിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ അദബു മിനൽ ആബാ, മര്യാദ പഠിക്കേണ്ടത് പിതാവിൽ നിന്നാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. കള്ളു കുടിച്ച് മദ്യം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന പിതാവ്, ആ പിതാവിനെ കണ്ടിട്ട് ഇവരെന്താ ചെയ്യുക? ഇത് തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്യും, ഇത് തന്നെ ഇവൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് മക്കളെ നമ്മൾ നേരാവണ്ണം വളർത്തേണ്ടതുണ്ട്. അവരെ നമ്മൾ നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലേ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിൻ്റെ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ ലാ യകൂന ദീകു അഖിയസ് മിൻക യുരാദി. ഓ മകനേ, ഒരിക്കലും നീ ഒരു പൂവങ്കോഴിയെ പോലെ ആവരുത്.
തുടർന്ന് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ ബുനയ്യ ലാ യകൂനന്ന ദികു അഖിയസ് മിൻക യുരാദി ബിൽഅസ്ഹാർ വഅൻത നാഇമുൽ. ഒരിക്കലും നീ പൂവങ്കോഴിയേക്കാൾ ബുദ്ധിമാനാകരുത്. കാരണമെന്ന് വെച്ചാൽ അത്തായ സമയത്തിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ ഈ പൂവങ്കോഴി എഴുന്നേൽക്കുകയാണ്. ഈ പൂവങ്കോഴി എഴുന്നേൽക്കുകയാണ്. പൂവങ്കോഴി നേരത്തെ എഴുന്നേറ്റു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. അതുകൊണ്ട് മകനോട് പറയുകയാണ്, ഈ പൂവങ്കോഴി എഴുന്നേൽക്കുമ്പോൾ ഈ എഴുന്നേറ്റ് കൂകുന്നതിന്, ആ കൂകുന്ന ടൈമിൽ നീ ഉറങ്ങുന്നവരാകരുത്. നീ ആ പൂവങ്കോഴിയേക്കാൾ, നിന്നേക്കാൾ പൂവങ്കോഴി ബുദ്ധിമാനാകരുത് എന്ന് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ നേരാവണ്ണം നമ്മൾ വളർത്തേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, പടച്ചറബിന് തൗഫീഖ് നൽകട്ടെ. എന്നാലേ നമ്മുടെ മക്കൾക്ക് നമ്മോടുള്ള ഒരു സ്നേഹമുണ്ടാവുകയുള്ളൂ, നമ്മോടുള്ള ഒരു ആദരവുണ്ടാവുകയുള്ളൂ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാലും എൻ്റെ മാതാവൻ്റെ മാതാവാണ്, എൻ്റെ പിതാവൻ്റെ പിതാവാണ് എന്ന് മക്കൾ പറയുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നത്തെ കാലയളവിലൊക്കെ മക്കൾ മാതാപിതാക്കളെ ധിക്കരിക്കുകയാണ്. പല ആളുകൾ നമ്മൾ മാതാപിതാക്കളെ ധിക്കരിക്കുന്നു, പിതാക്കൾ നമ്മുടെ മാതാവിനെ ധിക്കരിക്കുകയാണ്. അവരോട് വേണ്ടാത്ത രീതിയിൽ പെരുമാറി ജീവിതത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇതല്ലല്ലോ നമുക്ക് വേണ്ടത്. അവരെങ്ങാനും ദുആ ചെയ്താൽ അവരുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ദുനിയാവിൽ മൂന്ന് ആളുകളുടെ ദുആ ആണ് അല്ലാഹു ഏറെ സ്വീകരിക്കുന്നത്. അതിലൊന്നേതാ? ഒരു മാതാവിൻ്റെ ദുആ ആണ്. ഒരു മാതാവ് മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ, മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ സകലയന്തമായ അല്ലാഹു സ്വീകരിക്കുന്നതാണ്, പടച്ചറബ് സ്വീകരിക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മാതാവ് ദുആ ചെയ്താൽ അല്ലാഹു ഏറെ സ്വീകരിക്കുന്നതാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഇഫ്രീത്ത് എന്ന ജിന്നിനോട് സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജിന്ന് ഒരു കുബ്ബ കിട്ടുകയാണ്. ഈ കുബ്ബ എടുത്തുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ആ കുബ്ബ തുറക്കുകയാണ്. ഒരാൾ അവിടെ സുജൂദിലായി കഴിയുകയാണ്. വല്ലാതെ പ്രകാശമാണ് കടന്നു വരുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അപ്പോൾ തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താണ് ഇത്തരം ഒരു പദവി കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം സുലൈമാൻ നബിയോട് അവർ പറയുകയാണ്, നബിയേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തിട്ടില്ല, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടില്ല, ഒരുപാട് വ്രതമനുഷ്ഠിച്ചിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, ഒരുപാട് നന്മ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിത് ചെയ്തത് ഞാൻ എൻ്റെ മാതാപിതാക്കളെ നേരാവണ്ണം അവിടുന്ന് നല്ലവണ്ണം പുലർത്തിയേ, അവർക്ക് വേണ്ട സ്നേഹം ഞാൻ കൊടുത്തു, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം ഞാൻ കൊടുത്തതാണ്, അവരോടുള്ള കടമ ഞാൻ പുലർത്തിയതാണ് നബിയേ എന്നൊരാൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അതുകൊണ്ട് മാതാവ് ദുആ ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ടാണ് അത്തരമൊരു അനുഗ്രഹം അല്ലാഹു നൽകിയത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് മാതാപിതാക്കൾ ദുആ ചെയ്തതിൻ്റെ പ്രതിഫലമാണ്, ഒരു മാതാവ് ദുആ ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മാതാവിനോട് നന്മയോടുകൂടി പുലർത്തണം. മാതാവെങ്ങാനും ധിക്കാരപൂർവ്വം നമ്മോട് പെരുമാറിയ, മാതാവെങ്ങാനും ധിക്കാരപൂർവ്വം നമ്മോട് എതിരായി, നമുക്കെതിരായി ദുആ ചെയ്താൽ കഴിഞ്ഞു പെങ്ങളെ, നമ്മുടെ ജീവിതം ഇല്ലാതെയായി. നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് നമുക്കറിയാം, പലരും മാതാപിതാക്കളെ വിളിച്ചറിയുകയാണ്. കോടതിയുടെ വരാന്തയിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ ചെറുപ്പക്കാരനും ഓരോ ചെറുപ്പക്കാരിയോട് ചോദിക്കുകയാണ്. ഈ ചെറുപ്പക്കാരിയോട് ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ കാമുകനെ വേണോ അതോ നിന്റെ മാതാപിതാക്കളെ വേണോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ കാമുകനെ മതി,
മാതാപിതാക്കളെ എനിക്ക് വേണ്ട, ബന്ധുപറ്റ മാതാവിനെ എനിക്ക് വേണ്ട എന്ന് ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരികളായ ഒരുപാട് ആളുകൾ അവിടുന്ന് കാമുകന്റെ കൂടെ കാമുകയുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മാതാവിനോടുള്ള ആ ഒരു കടമ നമ്മുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാകണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയോട് റബ്ബ് പറഞ്ഞില്ലേ, യാ മൂസാ നബി, അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹം, വലിയ ഒരു കാര്യം അത് ഉണ്ടാകണം, വലിയ ഒരു നന്മ, അതെന്താണ്, അതേതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതേതാണെന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ ഏതാണെന്ന് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ റബ്ബ് പറയുകയാണ്, യാ മൂസാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. മൂസാ നബി പിന്നെയും ചോദിക്കുകയാണ്, റബ്ബേ അല്ലാഹുവേ ഇനി ഏതാ മൂസാ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. പിന്നെയും മൂസാ നബി ചോദിച്ചു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നെയും മൂസാ നബി ചോദിക്കുകയാണ്. അപ്പോഴും അവിടുന്ന് പറയുകയാണ്, മൂസാ നീ നിന്റെ മാതാപിതാക്കളോട് ഗുണം ചെയ്യണേ, മാതാപിതാക്കളോട് കൂടെ തിന്മയോടുകൂടെ വർത്തിക്കണേ എന്ന് അല്ലാഹു അവിടുന്ന് 7 പ്രാവശ്യമാണ് അല്ലാഹുവിനോട് ചോദിച്ചപ്പോഴും 7 പ്രാവശ്യമാ അവിടുന്ന് ചോദിച്ചപ്പോഴും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മുനിങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾ, അവരോടുള്ള കാരുണ്യം, അവരോടുള്ള സ്നേഹം, അവരോടുള്ള കടമ അത് നേരാവണ്ണം പുലർത്തണം. നമ്മൾ എത്ര ഒരുപാട് നന്മ ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ഒരുപാട് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹുവിൻ്റെ വേണ്ടിയിട്ട് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടും കാര്യമില്ല, ഒരുപാട് നന്മ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ചെയ്തിട്ടും മാതാവിനോട് നിങ്ങൾ ധിക്കാരപൂർവം പെരുമാറിയാൽ, മാതാവിനോട് നേരാവണ്ണം നിങ്ങൾ നേരാവണ്ണം പുലർത്തിയിട്ടില്ലെങ്കിൽ, അവരോട് നേരാവണ്ണം സ്നേഹത്തോടു കൂടെ പെരുമാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ അവരെ നേരാവണ്ണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ നമ്മൾ ചെയ്തു പോയ നിസ്കാരങ്ങൾ അത് ഇല്ലാതെയാകും, നമ്മൾ ചെയ്തു പോയ ഉംറ അത് ഇല്ലാതെയാകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു, റസൂലേ എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടാണ്, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിത കാലയളവിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അധികമൊന്നും, അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹി പറയുകയാണ്, നീ നിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് സ്വതക്ക നൽകുക, നിൻ്റെ മാതാപിതാക്കളുടെ പേരിൽ മാതാപിതാക്കളുടെ ഖബറിലേക്ക് നീ ഓരോ നന്മ ചെയ്യുക എന്ന് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മാതാവിനോടുള്ള കടമ നമ്മുടെ അടുക്കലേക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെയാണ് അവരോട് സ്നേഹത്തോടു കൂടെ പെരുമാറിയ നാടുകൾ കഴിഞ്ഞു പോയി. നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു അപകടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമ്മൾ പെട്ടെന്ന് മാറാറുണ്ട്, അപകടത്തിൽ നിന്ന് പെട്ടെന്ന് തെറ്റാറുണ്ട്, രക്ഷപ്പെടാറുണ്ട്, ഒരുപാട് ബിസിനസ്സിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ മാതാവിൻ്റെ ദുആ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അറാബി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു, നബിയേ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരോടാണ് ബന്ധം ചേർക്കേണ്ടത്? റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ ഉമ്മയാണ്. റസൂലുള്ളാഹിനോട് പിന്നെ ചോദിക്കുന്നു, നബിയേ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്ടിലെ പല ആളുകളുമുണ്ട്, എൻ്റെ സ്നേഹിതന്മാരുണ്ട്, നബിയേ ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം ചേർക്കേണ്ടത്? റസൂലുള്ളാഹി പറയുകയാണ്, അത് നിന്റെ ഉമ്മയാണ്. പിന്നെയും റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ നീ ആരോടാണ്? അതും നിന്റെ ഉമ്മയാണ്. പിന്നെയും റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലുള്ളാഹി പിന്നെയും ഉമ്മയാണ്. 3 വട്ടം റസൂലുള്ളാഹി പറഞ്ഞു. 4ാമതായിട്ടാണ് അത് നിന്റെ വാപ്പയാണെന്ന് ഷഫീഉൽ വറാ ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ നമുക്കൊക്കെ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുക, പിശുക്കന്മാരാകാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
കാത്തിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഒന്നാം സ്ഥാനവും അത് ഉമ്മക്ക് കൊടുത്തു, രണ്ടാം സ്ഥാനവും ഉമ്മക്ക് കൊടുത്തു, മൂന്നാം സ്ഥാനവും ഉമ്മക്ക് കൊടുത്തു. കാരണം എന്ത്? ആ ഉമ്മയാണ് നൊന്ത് പ്രസവിച്ചത്, ആ ഉമ്മയാണ് ഈ വേവലാതി അനുഭവപ്പെട്ടത്, ഈ വേദന സഹിച്ചത്. ഇത്ര മാസക്കാലം നമുക്കറിയാം, പെണ്ണ് കെട്ടിയാലേ അതിൻ്റെ വേദന അറിയുകയുള്ളൂ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തിരിയും. നമുക്കറിയാം, കല്യാണം കഴിച്ച ആളുകളൊക്കെ ഉണ്ട്, 2-3 മക്കളായ ആളുകളൊക്കെ ഉണ്ട്. മുനിങ്ങളെ, നമ്മുടെ ഭാര്യമാര് നമ്മുടെ അടുക്കിലേക്ക് രാവിലെ 8 മാസക്കാലം ആകുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ഇക്ക വയറ്റിൽ നിന്നൊരു അനക്കമില്ല, ഒന്ന് നോക്കണേ, വയറ്റിൽ നിന്ന് അനക്കമില്ല എന്ന് വേവലാതിയോടുകൂടെ വിഷമത്തോടുകൂടെ പറയുകയാണ്. മുനിങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ നോക്കാറുണ്ട്, നമ്മുടെ ഭാര്യമാര് അവരൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കാറുണ്ട്. അതുകൊണ്ട് ഓരോ കുഞ്ഞും അതിൻ്റെ ഒരു അനക്കം പോലും തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വേവലാതിപ്പെടുന്ന ഉമ്മ 8-9 മാസക്കാലം തന്നെ 10 മാസക്കാലം തന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ച തൻ്റെ ഉമ്മ, ആ ഉമ്മയുടെ വേദന അതെത്ര കൊടുത്താലും, അതെത്ര നമ്മൾ ചെയ്താലും, എത്ര നമ്മൾ മാതാപിതാക്കളോട് മാതാവിനോട് എത്ര സ്നേഹം കൊടുത്താലും അതിന് മതിയാകില്ല. അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യ ഒരു വലിയ പ്രശസ്തനായ ഒരാൾ തൻ്റെ മാതാവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. മാതാവ് സുഖമില്ലാതെ രോഗശയ്യയിൽ കിടക്കുകയാണ്. മാതാവിനോട് അദ്ദേഹം കടന്നു വന്നപ്പോൾ മാതാവ് ചോദിക്കുകയാണ്, മോനെ, മകനെ, എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? മാതാവ് ചോദിക്കുന്ന ടൈമില് ശങ്കരാചാര്യ പറയുകയാണ്, അവിടുന്ന് പറയുന്നു, അമ്മേ, അമ്മേ പറയുകയാണ്, നൈരുജ്യം തന്നു ശോഷണം മലമേ ചെയ്യാച്ച സാംവത്സരിയെ. മാതാവിനോട് പറയുകയാണ്, അല്ല അമ്മേ, 10 മാസക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ 10 മാസം 10 കൊല്ലം ഞാൻ പണിയെടുത്താലോ നിങ്ങൾ തന്നതിന് അത് മതിയാകില്ല, നിങ്ങൾ അനുഭവിച്ച വേദനക്കത് മതിയാകില്ല, നിങ്ങൾ അനുഭവിച്ച വേവലാതിക്കത് മതിയാകില്ല എന്ന് പ്രശസ്തനായ ശങ്കരാചാര്യ തൻ്റെ മാതാവിൻ്റെ സവിധങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്. ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ചരിത്രകാരന്മാരായ മുൻ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ പോലും പറഞ്ഞത്, ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പുസ്തകം അതെൻ്റെ അമ്മയാണെന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് ആളുകൾ അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലിലൂടെ, കഥയിലൂടെ അദ്ദേഹം പറയുകയാണ്, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ വൈദ്യുതികൾ, കറണ്ടില്ല, വെളിച്ചമില്ല. അത് വീട്ടിലേക്ക് വരുമ്പോൾ വെളിച്ചമില്ല, റാന്തല് കത്തിയിട്ടില്ല. അതുകൊണ്ട് റാന്തല് കത്താത്തത് കൊണ്ട് ആ റാന്തല് കത്താത്ത വീട്ടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഞാൻ കടന്നു വരുന്ന നേരത്ത് ആരോ ഈ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്നു. ഞാൻ കുറച്ച് കിണ്ടിയിൽ വെള്ളമെടുത്തു. ഈ വെള്ളമെടുത്തിൻ്റെ കാലുകൾ കൈ കഴുകിയിട്ട് ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. എൻ്റെ ഉമ്മ സ്നേഹത്തോടെ സ്വീകരിച്ചു. എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷണം നൽകുകയാണ്. ഈ ഭക്ഷണം തരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, അല്ല ഉമ്മ, ഞാൻ ഇന്ന് വരുമെന്ന് താങ്കൾക്കറിയുമോ? ഉമ്മ പറയുകയാണ്, മോനെ, നീ വരുന്നത് ഇന്നറിയില്ല മോനെ, നീ ഇന്ന് വരുമെന്ന് എനിക്കറിയില്ല മോനെ എന്ന് മകനോട് മാതാവ് പറയുകയാണ്. തന്റെ മകൻ അവിടുന്ന് മാതാവിനോട് ചോദിച്ചു, അല്ല ഉമ്മ, പിന്നെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും അധികം വിഭവങ്ങൾ ഉണ്ടാക്കാൻ, ഈ ചോറും ഈ കറികളെല്ലാം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന ടൈമിൽ ഈ മാതാവ് പറയുകയാണ്, എല്ലാ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നിന്നെയും കാത്തിട്ടാണ് ഞാൻ എപ്പോഴും ചോറ് ഇവിടെ വിളമ്പാറുണ്ട്. നിന്നെ കാത്തിരിക്കാറാണെന്ന് ഈ മാതാവ് പറയുകയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ
കൊടുക്കേണ്ടത് അത് നമ്മുടെ മാതാവിനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യം ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. മാതാപിതാക്കളെ ദുആ ചെയ്യാനുള്ളൂ. വേദനയുടെ മേൽ വേദന, പ്രയാസത്തിന്റെ മേൽ പ്രയാസമേ എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 10 ടൺ അതിനേക്കാൾ കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ പറയാ ഈ പ്രസവ വേദന അത് മരണത്തെക്കാൾ കൂടുതൽ വേദനയാണ്, മരണവേദനയേക്കാൾ കൂടുതലാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്. നിങ്ങളെ നാം ഒന്ന് ആലോചിക്കേണ്ടത്, അത്രയ്ക്കും വേദന സഹിച്ചുകൊണ്ട് പല മക്കളും തെറ്റിദ്ധരിക്കാറുണ്ട്. വാപ്പയാണ് പണിയെടുക്കാറ്, വാപ്പയാണ് വീട്ടിലേക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാപ്പയെ കാണൂല. ഞാൻ കിടന്നിറങ്ങുകയാണ്, രാത്രി ഞാൻ കിടന്നുറങ്ങിയതിന് ശേഷമേ വാപ്പ കടന്നു വരാറുള്ളൂ. പല വീടുകളിലും അങ്ങനെയാണ്. നിങ്ങളെ നാം ഒന്ന് ആലോചിക്കേണ്ടത്, ഈ മക്കളെ കരുതുക വാപ്പയോടാണ്. അപ്പ മാത്രം മതി, ഉമ്മാക്ക് എന്ത് പണിയാണ് എന്ന് കരുതും. ഉമ്മ വീട്ടിലല്ലേ, ഉമ്മാക്ക് വീട്ടു ജോലി മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ എന്ന് കരുതും. നിങ്ങളെ നമ്മളതെല്ലാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉമ്മയാണ് ഏറ്റവും വലുത്. അവർ സഹിച്ച വേദനകൾക്ക് എത്ര നമ്മൾ ചെയ്തിട്ടും എത്ര ഒരുപാട് ഗുണം ചെയ്താലും അത് മതിയാകില്ല. ഒരാൾ കഴപാലയം ചുറ്റുകയാണ്, തൻ്റെ തോളത്ത് തൻ്റെ മാതാവുണ്ട്. ഈ മാതാവിനെ വെച്ചിട്ട് കഅബാലയം തവാഫ് ചെയ്യുമ്പോ അവിടെ നിന്ന് ഒരാൾ വന്ന് ചോദിച്ചു, മാതാവിന് ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ അത് ചെയ്താലും അവരോടുള്ള കടമ ചെയ്താൽ അത് പൂർത്തീകരിക്കില്ല. അത്രയ്ക്ക് നമ്മൾ എത്ര ചെയ്താലും അത് മതിയാകില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ അവർ മരണപ്പെട്ടവരുണ്ട്, അവരുടെ ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവരോട് പൊരുത്തം നമ്മൾ വാങ്ങിക്കണം. അവരോട് പൊരുത്തപ്പെടാൻ നമ്മൾ അവരോട് പറയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അവരെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളൂ. അവർ പോയി കഴിഞ്ഞാൽ കണ്ണ് പോയാലേ കണ്ണിൻ്റെ വിലയറിയൂ എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് കണ്ണ് പോയാലേ കണ്ണിൻ്റെ വിലയറിയുകയുള്ളൂ. അതില്ലാതെ ആകുമ്പോഴേ അതിൻ്റെ നഷ്ടം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിയോരങ്ങളിലൂടെ നടന്നു പോവുകയാണ്. ഈസാ നബി നടന്നു പോകുമ്പോ വഴിയോരങ്ങളിൽ വൃക്ഷത്തിന്റെ ഒരു വേര് തട്ടിയിട്ട് വീഴുകയാണ്. ഈസാ നബി വീണ സമയത്ത് റബ്ബ് വിളിച്ചിട്ട് ഈസാ നബിയോട് പറയുകയാണ്, യാ ഈസാ, ഈസലാ, ഇനി ദുആ ചെയ്യുന്ന കൈകളില്ല ഈസാ, ദുആ ചെയ്യുന്ന കൈകളില്ല ഈസാ, ഇനി ദുആ ചെയ്യുന്ന കരങ്ങളില്ല ഈസാ എന്ന് ഈസാ നബിയോട് റബ്ബ് വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് മാതാവ് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, മാതാവ് പറയുമ്പോ അത് നേരാവണ്ണം നമ്മളത് ചെയ്തു കൊടുക്കേണ്ടതാണ്. മാതാവിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കല്ല, മാതാവിനോട് നന്മയോടുകൂടെ വർത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. അതോടുകൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതം നമ്മുടെ മക്കളോട് നമ്മൾ സ്നേഹം കൊടുക്കുക, മക്കളുടെ മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കുക. ഇങ്ങനെ ഒരുമയോടുകൂടെ നമുക്ക് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബിനെ പേടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് കൊടുത്താൽ അല്ലാഹു 10 തരുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഫാത്തിമ ബീബി അലിയാർ തങ്ങളോടൊരു പുടവ വിൽക്കാൻ പറയുകയാണ്. എന്തിനാണെന്ന് അലിയാർ തങ്ങൾ ചോദിച്ചു. ഫാത്തിമ ബീബി പറയുകയാണ്, കഴിക്കാനൊന്നുമില്ലല്ലോ, മക്കളും പട്ടിണിയാണ്. അതുകൊണ്ട് അലിയാർ തങ്ങളെ ഈ പുടവ എടുത്തിട്ടൊന്ന് വിൽക്കാൻ അലിയാർ തങ്ങളോട് ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു തആല പറയുകയാണ്. അയ്യാർ നിങ്ങൾ കടന്നു ചെന്നു, ഈ പുടവയെടുത്തിട്ട് ഈ ഉടുപ്പെടുത്തിട്ട് പട്ടണങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ഇത് വിറ്റിട്ട് 6 ദിർഹമാണ് കിട്ടിയത്. 6 ദിർഹം കൊണ്ട് തിരിച്ചു വരികയാണ്. അലിയാർ
തിരിച്ചു വരികയാണ്. അല്ലാഹുവേ, അലിയാരിതങ്ങൾ തിരിച്ചു വരുന്ന നേരത്ത് അതാ ഒരാളവിടെ നിന്ന് വിശന്ന് പറയുകയാണ്. അദ്ദേഹം അലിയാരിതങ്ങളോട് ചോദിച്ചു, താങ്കൾ എന്തെങ്കിലും തരുവോ? അലിയാരിതങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളത് 6 ദിർഹമാണ്, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഈ 6 ദിർഹം കൊടുക്കുകയാണ് അലിയാരിതങ്ങള്. അലിയാരിതങ്ങൾ പറയുകയാണ്, 6 ദിർഹമാണ് എൻ്റെ കയ്യിലുള്ളത്, ഇതെന്താണ് ഞാൻ ചെയ്യുക? അവിടുന്ന് കൊടുക്കുകയാണ് തിരിച്ച്. അലിയാരിതങ്ങൾ പോരുമ്പോ ഒരാള് കടന്നു വരികയാണ്. അലിയാരിതങ്ങളോട് പറയുന്നു, അലിയാർ തങ്ങളെ ഒരൊട്ടകത്തെ വിൽക്കാറുണ്ട്, ഒരൊട്ടകത്തെ വിൽക്കാറുണ്ട്. അലിയാർ നിങ്ങൾ പറയുകയാണ്, എനിക്ക് വേണ്ട. അദ്ദേഹം പറയുന്നു, 100 ദിർഹം തന്നാ മതിയേ. 100 പോയിട്ടൊരു ദിർഹം പോലും എൻ്റെ കയ്യിലില്ല, 100 പോയിട്ടൊരു ദിർഹം പോലും എൻ്റെ കയ്യിലില്ല, 100 ദിർഹം പോയിട്ട് 1 ദിർഹം പോലും എൻ്റെ കയ്യിലില്ല. അലിയാർ നിങ്ങളോട് ഇവർ പറയുകയാണ്, അലിയാറേ നിങ്ങൾ കടമായിട്ട് തന്നാ മതിയേ. അലിയാർ നിങ്ങൾ തിരിച്ചു പോവുകയാണ്. അലിയാർ നിങ്ങൾ തിരിച്ചു പോകുമ്പോ ഒരാൾ വന്നിട്ട് അലിയാർ തങ്ങളോട് ചോദിക്കുന്നു, പൊന്നാര അലിയാരേ, ഈ ഒട്ടകത്തെ വിൽക്കാറുണ്ടോ? ഒട്ടകത്തെ വിൽക്കാറുണ്ടോ? അവര് പറയുന്നു, വിൽക്കാറുണ്ട്, 100 ദിർഹം തന്നാ മതിയേ. അവിടുന്ന് പറയുകയാണ്, ഞാൻ 100 ദിർഹമിനാണ് വാങ്ങിയത്. അവര് പറഞ്ഞു, 160 തരാം. വേണ്ട, 100 ഞാൻ വാങ്ങിയത്, അതുകൊണ്ട് 100 തന്നാ മതിയേ. അവർ സമ്മതിച്ചില്ല. 160 നൽകിയേ. ഈ 160മായി നിങ്ങൾ ഈ 100 കൊടുക്കാനുള്ള ആൾക്ക് ഈ സഹോദരന് 100 കൊടുത്തു. ബാക്കിയുള്ള 60 ദിർഹവുമായിട്ട് പൊന്നാര അലിയാർ നിങ്ങൾ ആ ഉടുപ്പും വാങ്ങിയിട്ട് സാധനങ്ങളും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമ ബീവി കണ്ട ഉടനെ ചോദിച്ചു, എന്താണ് അലിയാർ തങ്ങളെ, നിങ്ങൾ ഉടുപ്പ് കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ട് ഉടുപ്പ് എന്താണ്, ഇതെന്താ തിരിച്ചു കൊണ്ടുവന്നത്? അവിടുന്ന് പറയുകയാണ്, ഫാത്തിമ എല്ലാ കാര്യങ്ങളും സന്ദർഭങ്ങളും വിവരിച്ചു കൊടുത്തു. അവസാനമായ അലിയാർ തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ 6 കൊടുത്തപ്പോ അല്ലാഹു 60 തന്നു. ഫാത്തിമ 1 കൊടുത്താൽ അല്ലാഹു 10 തരുമെന്നാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യമായി വന്ന സഹോദരൻ അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. രണ്ടാമതായി വന്ന ഒട്ടകം വാങ്ങിക്കാൻ വന്ന ആൾ അത് മഹാനായ മിക്കായിൽ അലൈഹിസ്സലാമായിരുന്നു. മുനിങ്ങളെ, അതുകൊണ്ട് 1 കൊടുത്താൽ 10 കിട്ടുമെന്നാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. ആരാണ് ബുദ്ധിമാൻ? ആരാണ് ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യിസു മൻ കാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാനെന്ന്? ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിമാൻ എന്നത് തൻ്റെ ജീവിതത്തിന് ശേഷം, ദുനിയാവിലെ ജീവിതത്തിന് ശേഷം ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ് ബുദ്ധിമാനെന്ന് ശഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നാളെ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, റബ്ബേ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ, റബ്ബേ രക്ഷ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. രാജസയ്യിദായ തമ്പുരാന മലിക്കുൽ ജബ്ബാറായ നാഥാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ റബ്ബേ, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ റഹ്മാനായ നാഥാ, അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ 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 റബ്ബേ റഹ്മാനായ നാഥാ, ഞങ്ങൾ പാപികളാണ്,
ദോഷികളാണ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കടന്നു വരേണ്ടവരാണ് നാഥാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. ശിക്ഷ നൽകല്ല റബ്ബേ, ശിക്ഷ നൽകല്ല അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഹൗദുൽ കൗസർ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഒരു ജാൻമകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുമ്പോ റബ്ബേ, ഞങ്ങൾ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് കൂട്ടിനാരുമില്ല. റഹ്മാനായ നാഥാ, നാളെ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. റഹ്മാനായ റബ്ബേ, രക്ഷ നൽകണേ അല്ലാ. അപ്പോൾ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാര് മയ്യത്ത് കെട്ടിയേറിക്കൊണ്ട് ഞങ്ങളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ റബ്ബേ. ഞങ്ങളുടെ മേലവർ നിസ്കരിക്കുമല്ലോ. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാ ഖബറിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമല്ലോ റബ്ബേ. ആ ഖബറിന്റെ മണിയറയുടെ അകത്തളങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയാൽ റബ്ബേ, ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഒരു പിടിമണ്ണ് ഞങ്ങളുടെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് ഒരാളുകൾ ഞങ്ങളിൽ നിന്ന് വിട പറയൂ. ഞങ്ങളുടെ സ്നേഹിതന്മാർ ഞങ്ങളുടെ അടുക്കലില്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ അടുക്കലില്ല, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ അടുക്കലില്ല റബ്ബേ. അവർ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ടൈമാണ് റബ്ബേ. അല്ലാഹുവേ, മുൻകർ നകീർ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കുമത്രേ. അല്ലാഹുവേ, ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ചിതറിക്കുന്ന ശരീരമാക്കല്ല അല്ലാ, ചിതറിക്കുന്ന ശരീരമാക്കല്ല റബ്ബേ. പുഴുക്കളിരിക്കുന്ന ശരീരമാക്കല്ല അല്ലാ, പുഴുക്കളിരിക്കുന്ന ശരീരമാക്കല്ല റഹ്മാനേ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, പല ആളുകളും ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ അല്ലാഹുവേ, അവർക്ക് നീ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, സഫലീകരിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, മരിക്കുന്നതിന് മുമ്പ് മദീന ഒന്ന് കാണാൻ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാമു അലൈക യാ തബീബി എന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഖബൂലും മഖ്ബറൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ വിളിയാണ് ഞങ്ങളുടെ കൽബങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ, എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ വിളിയാണ് ഞങ്ങളുടെ കൽബങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ, കേൾപ്പിക്കണേ അല്ലാ, കേൾപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, കഅബയുടെ ചാരത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ കില്ലയൊന്ന് പിടിക്കാൻ, അതൊന്ന് തവാഫ് ചെയ്യാൻ, ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, 5, 6, 7 വർഷക്കാലമായി മക്കളില്ലാതെ വിഷമനുഭവിക്കുന്ന ആളുകളുണ്ട്. സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ, റബ്ബേ റഹ്മാനായ നാഥാ. അല്ലാഹുവേ, രോഗങ്ങളാണ്, പ്രശ്നങ്ങളാണ്, വേവലാതികളാണ്, ക്യാൻസറുണ്ട്, ട്യൂമറുണ്ട്, അറ്റാക്ക് പോലോത്ത റബ്ബേ പെട്ടെന്നുള്ള രോഗത്തെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ റഹ്മാനേ. റബ്ബേ, വല്ല മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ റഹ്മാനായ നാഥാ, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്
റഹ്മാനായ നാഥാ അല്ലാഹുവേ അത് നീ കരീച്ച് കളയണേ റബ്ബേ ശിഫയാക്കണേ അല്ലാഹ് ശിഫയാക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് റബ്ബേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളും പാടുമാണ് റഹ്മാനേ മാപ്പാക്കണേ അല്ലാഹ് പൊരുത്തപ്പെട്ട് തരണേ റബ്ബേ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് അല്ലാഹുവേ റബ്ബേ റഹ്മാനായ നാഥാ റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് തട്ടിക്കളയല്ല റബ്ബേ തട്ടിക്കളയല്ല റബ്ബേ തട്ടിക്കളയല്ല റബ്ബേ അല്ലാഹുവേ സമസ്തയുടെ നേതാക്കന്മാർ അല്ലാഹുവേ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹുവേ കടമ്പാടി ഉസ്താദ് മഹാനായ ശംസുൽ ഉലമ അല്ലാഹുവേ ഒരുപാട് മഹാരഥന്മാർ അല്ലാഹുവേ അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ അല്ലാഹുവേ ഒരുപാട് നേതാക്കന്മാർ ഹരിക്കുട്ടി ഉസ്താദിനെ പോലെ ജിബ്രീദങ്ങളെ പോലെ ഒരുപാട് ആലിമീങ്ങൾ അല്ലാഹുവേ അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ റബ്ബേ പ്രദാനം ചെയ്യണേ റഹ്മാനേ അല്ലാഹുവേ റഹ്മാനായ നാഥാ ഫഖീരിങ്ങളുടെ മക്കറിനെ തൊട്ടും സാഹിരിങ്ങളുടെ സിഗറിനെ തൊട്ടും കാഫിരിങ്ങളുടെ കുഫറിനെ തൊട്ടും കാത്തിരക്ഷിക്കണേ അല്ലാഹ് റബ്ബേ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് രാപ്പകലോളം കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ഒരു സുഹൃത്ത് അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റബ്ബേ അദ്ദേഹത്തിന് ഉംറയും ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ അല്ലാഹുവേ ഈ പ്രഭാഷണ വേദിയിൽ എന്നോടൊപ്പം പങ്കിടാൻ കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷരീഫ് എന്ന് പറയുന്ന ഹുസൈൻ എന്ന് പറയുന്ന സഹോദരന്മാർ അല്ലാഹുവേ അവർക്കൊക്കെ നീ ആയുസ്സും ആരോഗ്യം ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ റബ്ബേ അല്ലാഹുവേ റഹ്മാനായ നാഥാ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് തട്ടിക്കളയല്ല റബ്ബേ തട്ടിക്കളയല്ല റബ്ബേ തട്ടിക്കളയല്ല റബ്ബേ അല്ലാഹുവേ മറ്റൊരു ഉസ്താദ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രഭാഷകന്മാർക്ക് മറ്റുള്ള ആളുകൾക്കെല്ലാം ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു ഉസ്താദ് റഹ്മാനായ റബ്ബേ അദ്ദേഹത്തിന് നീ ആയുസ്സും ആരോഗ്യം ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ റബ്ബേ പ്രദാനം ചെയ്യണേ റഹ്മാനേ അല്ലാഹുവേ എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഓടിയെത്തുന്നതാണ് അല്ലാഹുവേ അതിനുള്ള ആയുസ്സും ആരോഗ്യം ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ റബ്ബേ അവരുടെ കുടുംബത്തിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ റബ്ബേ റഹ്മാനായ നാഥാ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന സഹോദരിമാർ അല്ലാഹുവേ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ശൈത്താനെ വലയിലാക്കല്ലേ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ് സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഒരു ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാലിന് സുഖമില്ല അല്ലാഹുവേ ആ ഉമ്മയുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ് ശിഫയാക്കണേ റബ്ബേ അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ ശിഫയാക്കണേ അല്ലാഹ് അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് അല്ലാഹുവേ വയറിന് സുഖമില്ല ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അല്ലാഹുവേ ഓപ്പറേഷൻ കൂടാതെ അല്ലാഹുവേ ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ അല്ലാഹുവേ അവർക്ക് നീ ആയുസ്സും ആരോഗ്യം ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ റബ്ബേ പ്രദാനം ചെയ്യണേ അല്ലാഹ് പ്രദാനം ചെയ്യണേ റബ്ബേ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല സുബ്ഹാന റബ്ബിക്കൽ ഇസ്സതി വ വസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇവനി തന്നെ വേണ്ടി കേട്ട് ദുആ ചെയ്യണം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം പ്രത്യേകിച്ച് വയറിന് സുഖമില്ല ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഓപ്പറേഷൻ കൂടാതെ അത് സുഖമാകാൻ അല്ലാഹു അത് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എൻ്റെ മാതാവിന് വേണ്ടി എൻ്റെ സ്നേഹിതന്മാർ എൻ്റെ കൂട്ടുകാർ
എൻ്റെ കുടുംബക്കാരെല്ലാവർക്കും വേണ്ടി ഈ വിനീതന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ വാഹിറുദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.